അതെ മതി മതി, നട അടച്ചു. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല വാരരെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വിളിച്ച ഭഗവാൻ എൻ്റെ കൂടെയാന്ന്. ഭഗവാനെ ചതിച്ചോ വാരേ? അവൻ ഇന്നലെ രാത്രി വന്നിട്ടില്ല. എന്താ എന്താ മോനെ? അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം പോയി. ഇന്നലെ രാത്രി മാധവനാണെന്ന് എല്ലാരും പറയണത്. ഭഗവാനെ, എന്താടാ? മാലതിയുടെ കല്യാണം നടത്താൻ ഭഗവാന്റെ വിഗ്രഹം തന്നെ വേണമായിരുന്നടാ. അമ്മേ, ഞാനല്ല, ഞാൻ കണ്ടിട്ടില്ല. തൊട്ടുപോലെ തന്നെ മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്തി നേർവഴി കാണിക്കേണ്ടവളാണ് അമ്മ. എന്റെ ഗതികേട് കൊണ്ട് എനിക്കതിന് കഴിഞ്ഞില്ല. ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്യുന്ന തെറ്റുകളുടെ ശിക്ഷ എനിക്ക് തരണേ. എന്റെ മോനെ ശിക്ഷിക്കരുതേ ഭഗവാനെന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ജീവിതകാലം മുഴുവനും ഇവളുടെ കല്യാണം നടന്നില്ലെങ്കിലും ഞാനും എന്റെ മോളും തെരുവിലേക്ക് ഇറങ്ങിയാലും ഈ പാപത്തിന്റെ പങ്ക് ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയുന്നത് എനിക്ക് നിന്നെ ഇനി കാണണ്ട. പൊയ്ക്കോണ്ട് എന്റെ മുമ്പിൽ നിന്ന് പറയൂടെ. സത്യമായിട്ടും ചെയ്തിട്ടില്ല സാറേ. സാറേ, സാർ ഞാൻ ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഞാൻ ചെയ്തിട്ടില്ല. പിടിച്ച് കേട്ടവനെ വണ്ടിയില് നോക്കി നിൽക്കാതെ പിടിക്കണോ? നമ്പൂരിച്ച്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്നലെ അമ്പലനടയെന്ന് മീശ പിരിച്ച് അവൻ എന്നോട് പറഞ്ഞതാ. എന്ത് ദേവർ അവന്റെ കൂടെയാണെന്ന്. അത് ഇത്രയും കിടാവൊന്നും ഇരിച്ചില്ല. കട്ടത് അവൻ തന്നെയാണെന്ന് ഉറപ്പായി. ഇന്നലെ രാത്രി 1 ലക്ഷം രൂപ വക്കീൽ കൊടുത്തു. മാറ്റി വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. നെഞ്ചുരുക്കി വിളിച്ചപ്പോഴൊക്കെ വിളി കേട്ടിട്ടുള്ള എന്റെ ഭഗവാന്റെ വിഗ്രഹം ഞാൻ കക്കോ. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഊരാൻ പറ്റിയ കല്യാണം നടക്കും. അത്ര എനിക്ക് പറയാൻ പറ്റും. ബാല, നിങ്ങളുടെ ആരുടെയും കൺവട്ടത്തങ്ങ് ഒരിക്കലും വരാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അവളൊരു
ഒരുപാട് കൊതിച്ചുപോയി. അവളെ കൈവിടരുത് ബല. മാധവട്ടൻ ചെല്ല്, ആരെങ്കിലും കണ്ട പ്രശ്നമാവും. ഇവിടില്ല, നമുക്ക് അങ്ങോട്ട് നോക്കാം. കയ്യെ കിട്ടിയാ നിന്നെ അവര് വിട്ടു നോക്കിയേനെ. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? പപ്പേട്ട, ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ച്. എനിക്കറിയാം, കള്ളത്താക്കോലുണ്ടാക്കിയ ശ്രീകോവിലിന്റെ വാതിൽ തുറന്നത്. നീ ഓടലക്കില്ലേ കയറാറ്. ഒരാൾക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കട്ടത് നീ തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുക നാട്ടുകാർ. നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഇനി നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. ഞാൻ എങ്ങോട്ട് പോവാനാ പപ്പേട്ട? വീട്ടിലേക്ക് ഏതായാലും പോകണ്ട. അവിടെയൊക്കെ നിറച്ച ആൾക്കാരാ. പോലീസുകാർ കയറി കല്യാണത്തിന്റെ പണവും ഒക്കെ എടുത്തോണ്ട് പോയടാ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് മോനെ. പക്ഷെ ഞാനെങ്ങനെയാ? ഇവിടെ ഇങ്ങനെ നിന്ന് അപകടാ. ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഒളിക്കുക. ആ മുടിഞ്ഞ മാധവനെ വഴിയിലാരോ കണ്ടതാ പറ്റിയത്. ഇനി അവനെയും തപ്പി ഇവറ്റയ്ക്കൊന്നും ഉറക്കവുമില്ല. ഇനി ഏതായാലും 2-3 ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. മറ്റന്നാൾ വൈകുന്നേരമെങ്കിലും വിഗ്രഹം കൊച്ചിയിൽ എത്തിച്ചില്ലെങ്കിൽ ആ സേട്ട് മുതലാളി. ഓ, സേട്ട് മുതലാളി അയാൾക്ക് അവിടെ നിന്ന് കൊലത്തിയാ മതി. ബാക്കിയുള്ളവനെ അവിടെ നിന്ന് തീ തിന്നുന്നത്. നാട്ടുകാരൻ ഒതുങ്ങാതെ വിഗ്രഹം അവിടെ എടുക്കാൻ നോക്കുന്നത് റിസ്കാ. അതുവരെ 2 ആളും ഇതിനകത്തിരുന്നാ മതി. മനസ്സിലായല്ലോ? കൈക്കെന്ത് പറ്റി? ആ പൊട്ടക്കിണറ്റിന്ന് കയറിയപ്പം കാലിയെത്തിയതാ. കയറി പിടിച്ചോ മുരിക്കലും. ആ സാരമല്ല, ഒന്ന് പോറിട്ടേ ഉള്ളൂ. നീ എന്താ ഇവിടെ? വിഗ്രഹം കെട്ടവരെ ഞാൻ കണ്ടു പപ്പേട്ട. SIയുടെ വീട്ടിലാണ് ഞാൻ ഒളിക്കാൻ കയറിയത്. അവിടെ അവരുണ്ട്. SIയും അവരുടെ സംഘത്തിൽപ്പെട്ടതാ. വിഗ്രഹം നീ കണ്ടോ? ഇല്ല. പിന്നെ വിഗ്രഹം ഈ പരിസരത്തുള്ള ഏതൊരു പൊട്ടക്കിണറ്റിലുണ്ട്. ഇന്നലെ രാത്രിയും ഈ നിമിഷം വരെയും അവർക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ചാ ഞാൻ രക്ഷപ്പെട്ടു. ഈ നാട്ടിൽ എത്രയോ കിണറുണ്ടാ. എവിടെയെന്ന് വെച്ചാ തപ്പുക. എന്താ കയ്യിൽ ചോര? അത് സാരമില്ല. കാല് തെറ്റി പൊട്ടക്കിണറ്റിൽ വീഴാൻ പോയപ്പോ കയറി പിടിച്ചാൽ മുറിക്കില്ല. കൈക്കെന്ത് പറ്റി? ഇതാ പൊട്ടക്കിണറ്റിന്ന് കയറിയപ്പം കാല് തന്നെയതാ. കയറി പിടിച്ചത് മുരിക്കലും. പപ്പേട്ട, വിഗ്രഹം പപ്പേട്ടന്റെ പറമ്പിലെ പൊട്ടക്കിണറ്റില്ല. ഇത് എവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലും എടുത്തു കൊടുത്താലും നമ്മൾ കൊടുക്കും. കട്ട നീയല്ലെന്ന ആളുകൾ വിശ്വസിക്കണമെങ്കിലേ കട്ടവന്മാർ വന്ന് തന്നെ ഇതെടുക്കണം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നമ്മളവരുടെ കൈയോടെ പിടികൂടുകയും വേണം. അതിനു മുമ്പ് മറ്റാരെങ്കിലും ഈ വിഗ്രഹം ഇതിനകത്ത് കണ്ടാ നമ്മളെ 2 പേരും കുടുങ്ങും. ഇനി 3-4 ദിവസം കഴിയേണ്ട അവരിത് എടുക്കും തോന്നണില്ല. അപ്പോഴേക്കെന്റെ മാലതിയുടെ കല്യാണം. ഇന്ന് രാത്രിയാണ് നമുക്കിത് അവരെ കൊണ്ടെടുപ്പിക്കണം. എങ്ങനെ? പപ്പേട്ടൻ എൻ്റെ കൂടെ നിൽക്കാമോ? മര്യാദയ്ക്ക് നടക്കാൻ കൂടി പറ്റാതെ ഞാൻ എങ്ങനെയാ നിന്റെ കൂടെ നിൽക്കുക? അതിനൊക്കെ വഴിയുണ്ട്. കേറ്. എടാ, നീ എന്നെ കളയാൻ കൊണ്ടുപോകണോ? ആ കേറ് പപ്പേട്ട. എപ്പോഴാ ഇറക്കുക?